ഹല്ലേലൂയ. ദൈവദിനം ഗ്രഹിപ്പാനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാവിലെ സമയത്ത് ദൈവദിനം ഭക്ഷിപ്പാനായി ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് ദൈവദിനം ഭക്ഷിക്കുന്ന ഒരവസരമാണ്. നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ മേശയിൽ നിന്ന് വചനമാകുന്ന ആഹാരം ഭക്ഷിപ്പാൻ പോവുകയാണ്. കർത്താവേ, നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഒരുക്കുമാറാകണമേ. വചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. നിന്റെ വചനം വേണ്ടതുപോലെ ഞങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ചെയ്യാം, യേശുവിൻ രക്തം ചെയ്യാം, യേശുവിൻ രക്തം. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം ആത്മാവിൽ തന്നെ പഠിക്കുവാൻ, അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം നീ സംസാരിക്കുകയും കർത്താവെ നിന്റെ വചനം ഗ്രഹിപ്പാൻ കൃപ നൽകുകയും ചെയ്യണമേ. വചനം ഗ്രഹിപ്പാൻ തടസ്സമായിരിക്കുന്ന ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഹൃദയങ്ങളെ വചനം ഗ്രഹിപ്പാനായി തുറക്കുന്നു. പിതാവേ, പുത്രനെ ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് തുടർന്നായി നമ്മൾക്ക് നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ വചനത്തിൽ തന്നെ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്പം കൂടെ ചിന്തിപ്പാനായി പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. The Gospel of John, chapter 3, verse 3. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. Jesus answered and said unto him, Verily, verily, I say unto thee, except a man be born again, he cannot see the kingdom of God. ഒരു മനുഷ്യൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണം. ഇനി അതിൻ്റെ 5-ാം വാക്യം, വേഴ്സ് 5. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 5. യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ 5-ാം വാക്യം. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. Jesus answered, Verily, verily, I say unto thee, except a man be born of water and of the Spirit, he cannot enter into the kingdom of God. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. 1, ദൈവരാജ്യം കാണുവാൻ കഴിയുക. 2, ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുക. ഇനി ഗലാത്യ ലേഖനം 5-ന്റെ 19 മുതൽ 21 വരെ വായിച്ചാൽ. ഗലാത്യ ലേഖനം 5-ന്റെ 19 മുതൽ 21 വരെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. That they which do such things shall not inherit the kingdom of God. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അതിൻ്റെ 3 അനുഭവങ്ങൾ: ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ദൈവരാജ്യം അവകാശമാക്കുക. 3 അനുഭവങ്ങൾ. ഈ ദൈവരാജ്യമെന്ന് നാം സംസാരിക്കുന്ന വിഷയം ഇപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്ന് നമ്മളെ കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയതിന് ശേഷം അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല.
നാം ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ്. ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ദൈവരാജ്യം അവകാശമാക്കുക. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ ഈ കലാ ഓഡിറ്റോറിയം, ഇതിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു. ഈ പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ ഉടനെ, കോതമംഗലത്ത് വന്നിറങ്ങിയ ഉടനെ പലരോട് ചോദിച്ചു, എവിടെയാണ്. അപ്പോൾ അവരടുത്ത് പറഞ്ഞു, ആ വളവിൽ കൂടെ അങ്ങനെ തിരിഞ്ഞ് ആ മെയിൻ റോഡിൽ കൂടെ ഇവിടെ വന്ന് ഇങ്ങനെ മറിയ ഹോട്ടലിൻ്റെ അടുത്ത് ഇവിടെ വന്ന് അടുത്ത ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കലാ ഓഡിറ്റോറിയം കാണാം. അപ്പോൾ നിങ്ങൾ പലരോട് ചോദിച്ച് ഈ അടുക്കൽ വന്നപ്പോൾ കലാ ഓഡിറ്റോറിയം കണ്ടു. അപ്പോൾ നിങ്ങൾക്കൊരാശ്വാസമായി. ഏത് സ്ഥലമായിരുന്നു ഞാൻ അന്വേഷിച്ചിരുന്നത്, അത് കണ്ടല്ലോ. ഇനി ഞാനിതിനെക്കുറിച്ച് ആരോടും ചോദിക്കേണ്ട, ഈ കാണുന്നത് തന്നെയാണ് കലാ ഓഡിറ്റോറിയം. അതുപോലെ ദൈവരാജ്യത്തെ കാണണമെങ്കിൽ ഒരാൾ പുതുതായി ജനിക്കണം. ദൈവവചനമാകുന്ന വിത്ത് അവനിൽ വന്ന് വീണ്ടും ജനനം നടക്കണം. വിശ്വസിച്ചാൽ, യേശു ദൈവമെന്ന് പുത്രനെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മളിൽ വന്ന് വീണ്ടും ജനനം നടക്കുന്നു. അതിനാണ് പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്. അഥവാ ആത്മീക മനുഷ്യൻ നമ്മിൽ ജനിക്കുക. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ അനുഭവം കിട്ടിയവർക്ക് മാത്രമേ ദൈവരാജ്യം കാണുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവരാജ്യം കാണുവാൻ പുതുതായി ജനിക്കണം. അതിൻ്റെ ശേഷം വെള്ളത്താലും ആത്മാവാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്നതായ വചനപ്രകാരം വെള്ളത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന അനുഭവം. ആദ്യമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ദൈവരാജ്യം കണ്ടു. പിന്നെ സ്നാനപ്പെട്ട് പുറമേയുള്ള മനുഷ്യനെ വചനപ്രകാരം കുഴിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറവ് പ്രാപിച്ചപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. ഇനി മൂന്നാമത്, നമ്മിലുള്ള ജഡീക പ്രവർത്തികളെയെല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 19 വാക്യം മുതൽ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാർശങ്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെയെല്ലാം ജയിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ കാണുന്ന അനുഭവം, പ്രവേശിക്കുന്ന അനുഭവം, അവകാശമാക്കുന്ന അനുഭവം. ഉദാഹരണമായി ഈ ഓഡിറ്റോറിയം വന്ന് കാണുന്നതിന് നിങ്ങൾക്ക് പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വന്നു കണ്ടു. പിന്നെ അകത്ത് കിടക്കുന്നതിന് ടിക്കറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അകത്ത് കിടന്ന് കസേരകളിലിരുന്ന് വചനം കേൾക്കുന്നതിനും പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഓഡിറ്റോറിയം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലതായി തോന്നും. ഈ ഓഡിറ്റോറിയം എൻ്റേതായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതിനെ എനിക്ക് വാങ്ങണം. ഇത് നിങ്ങളുടെ അവകാശമാക്കണമെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ചുമതലക്കാർ എത്ര ലക്ഷം എത്ര കോടി രൂപയാണെന്ന് പറയുന്നത്, അത് മുഴുവനും കൊടുത്തേ ഒക്കെയുള്ളൂ. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് അവകാശമാക്കുവാൻ കഴിയുള്ളൂ. അതുപോലെ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ആദ്യമേ ഒരു പ്രിയ സഹോദരി ചോദിച്ചതുപോലെ സകലവും ത്യജിച്ചില്ല എങ്കിൽ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതുപോലെ ഞാൻ പറഞ്ഞൊരു മുത്ത് അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ മുത്ത് വാങ്ങി. അതുപോലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവരാജ്യം അവകാശമാക്കി അതിലുള്ള സന്തോഷം നാം പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ
വില കൊടുത്തേ മതിയാകുള്ളൂ. വില കൊടുക്കാതെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിയുകയില്ല. ഈ ദൈവരാജ്യം പറയുന്നത് തന്നെ, നാം ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് തന്നെ, റോമാലേഖനം 14:17 നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. റോമാലേഖനം 14:17. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. റോമൻസ് 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. For the kingdom of God is not meat and drink, but righteousness and peace and joy in the Holy Ghost. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതിൻ്റെ അർത്ഥം, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ളതല്ല, എപ്പോഴും ആത്മാവിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിലെ അനുഭവം. പറഞ്ഞാൽ, രോഗം വന്നാലും സന്തോഷിക്കുന്ന അനുഭവം, നഷ്ടം വന്നാലും സന്തോഷിക്കുന്ന അനുഭവം, മറ്റുള്ളവർ നിന്ദിച്ചാലും സന്തോഷിക്കുന്ന അനുഭവം, മറ്റുള്ളവർ നല്ലതായി പറഞ്ഞാലും സന്തോഷിക്കുന്ന അനുഭവം. ഇതാണ് ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ. എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര കഷ്ടങ്ങൾ വന്നാലും, എത്ര രോഗങ്ങൾ വന്നാലും, എല്ലാവരും എതിരായി തീർന്നാലും അല്പം പോലും ദുഃഖിക്കാതെ, നിരാശപ്പെടാതെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. അങ്ങനെയുള്ള ദൈവരാജ്യം ദൈവം നമ്മൾക്ക് ഇവിടെ നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ കൂടെ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിപ്പാൻ. എത്ര കഷ്ടങ്ങൾ വന്നാലും, എത്ര ഭയാനകരമായ സംഭവങ്ങൾ വന്നാലും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. അതാണ് നമുക്ക്, ഞാൻ എൻ്റെ അനുഭവത്തിൽ എത്ര ഭയാനകമായ അവസ്ഥകളുണ്ടായി, എത്ര ഭയാനകരമായ, അപ്പോഴെല്ലാം സന്തോഷിപ്പാൻ. ഒരു പ്രാവശ്യം കുറച്ച് വർഷങ്ങൾ മുൻപ് ജമ്മു പട്ടണത്തിലെല്ലാം എൻ്റെ പോസ്റ്റർ വെച്ചു. പോസ്റ്റർ വെച്ചിട്ട് അതിൻ്റെ കീഴിൽ പോസ്റ്റർ വെച്ച് എൻ്റെ പടവും എല്ലാം വെച്ചിട്ട് അതിൻ്റെ ആ പോസ്റ്ററിനകത്ത് കഴുത്തിൽ അവർ ഈ ചെരുപ്പും അതൊക്കെ കെട്ടിത്തൂക്കിയിട്ട് പട്ടണം മുഴുവൻ ഒട്ടിച്ചു വെച്ചു. അതിലെഴുതിയിരിക്കുകയാണ് 10 കുറ്റങ്ങൾ എനിക്ക് വരെ എഴുതിയിരിക്കുകയാണ്. ഒന്ന്, ഞാൻ പാകിസ്ഥാൻ്റെ ജസൂസിന് മലയാളത്തിൽ എന്താ പറയുന്നത്, ചാരൻ, പാകിസ്ഥാൻ്റെ ചാരനാണ്, അമേരിക്കയുടെ ചാരനാണ്, ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നു, മുസ്ലിങ്ങളെ കൺവേർട്ട് ചെയ്യുന്നു, അങ്ങനെ 10 എണ്ണം. അതുകൊണ്ട് ഹിന്ദുക്കളെ എഴുന്നേൽക്കുവീൻ, മുസ്ലിങ്ങളെ എഴുന്നേൽക്കുവീൻ, സിഖ് മതക്കാരെ എഴുന്നേൽക്കുവീൻ എന്ന് പറഞ്ഞ് പട്ടണം മുഴുവനും എത്തിച്ചു. അപ്പോൾ പ്ലാൻ ചെയ്തത് എന്നെ പിടിച്ചിട്ട് പൊതുവായിട്ട് നഗ്നനായി എൻ്റെ വസ്ത്രം ഉരിഞ്ഞ് നഗ്നനായി നടത്തി ഒടുവിൽ എന്നെ വെട്ടിക്കീറി കൊല്ലുവാനായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. അവരെല്ലാം കൂടി വലിയ പുരുഷാരം. അപ്പോൾ പല ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ജമ്മുവിൽ അവിടെ വാടക വീട്ടിൽ താമസിക്കുകയാണ്, ബക്ഷിനഗർ. പലരും വന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഇത്ര പോസ്റ്ററെല്ലാം പട്ടണത്തിലെല്ലാം ഒട്ടിച്ച് അവരെല്ലാം ജാഥയായിട്ട് വരുമ്പോൾ നിനക്ക് ഭയമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഭയപ്പെടാനാ, ഞാൻ കർത്താവിൻ്റെ ദാസനായി ഇവിടെ ഇരിക്കുന്നു. പലരും വന്ന്, നീ ഇവിടുന്ന് എവിടെയെങ്കിലും ഓടിപ്പോ, അല്ലെങ്കിൽ നിന്നെ അവർ കൊന്നുകളയും. അവരെല്ലാം കൂടെ വലിയ ജാഥയായിരിക്കുന്നു. അവർ പറഞ്ഞു, 10,000 ആളുകൾ തലയിൽ മഞ്ഞ നിറത്തിലുള്ളതായ ബാൻഡ് തൊപ്പി പോലുള്ളത് കെട്ടി, ബാൻഡ് പോലുള്ള റിബൺ കെട്ടിയിട്ട് ആളുകളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്, മാർച്ച് ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം സന്തോഷത്തോടുകൂടെ സാരമില്ല നോക്കാം എന്ന് പറഞ്ഞു. ഒടുവിൽ എന്നോട് ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് എന്ത് ചെയ്യണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്കൊരു സ്കൂട്ടറുണ്ടായിരുന്നു, സ്കൂട്ടറിലെടുത്തിട്ട് അവരുടെ മധ്യത്തിൽ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്ത് പോരാൻ പറഞ്ഞു. ഞാനപ്പോൾ ഒരു ടീഷർട്ടൊക്കെ എടുത്ത്, വെള്ള ഷർട്ടല്ല, ഒരു ഹാഫ് പകുതി കൈയുള്ളതായ ഷർട്ട് എടുത്തുകൊണ്ട് സ്കൂട്ടറിൽ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ. അവർ 10,000 ആളുകൾ ഞാൻ താമസിക്കുന്ന അവിടത്തേക്ക്, അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.25 കിലോമീറ്റർ ഉണ്ട്. അവർ മാർച്ച് ചെയ്ത് വരാനാണ്. ഞാൻ അവരുടെ ഇടയിൽ, അപ്പോൾ അവരെന്നെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല ഹിന്ദുക്കൾ മുൻപോട്ട് വന്നു, അവർ സ്നാനപ്പെട്ടു. അവർ മുൻപോട്ട് വന്നുകൊണ്ട് വലിയ പ്രയാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹൈക്കോർട്ടിലെ ഒരു ലോയറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മണിക്ക് ശർമ്മ എന്ന് പറയുന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. മണിക്ക് ശർമ്മ എന്ന് പറയുന്ന സഹോദരൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ, അവൻ്റെ അപ്പൻ്റെ അനുജൻ ഹൈക്കോർട്ടിലെ
വക്കീലാണ്, വലിയ കേൾവി കേട്ട വക്കീലാണ്. അവനെ അടിച്ചിട്ട് 2 നില കെട്ടിരുന്ന് അവനെ തള്ളി താഴെയിട്ടപ്പോൾ അവൻ സ്റ്റെപ്പിൽ കൂടി ഉരുണ്ട് താഴെ വന്നപ്പോഴത്തെ അവൻ്റെ മുഖത്തും തലയ്ക്കും എല്ലാം ഒരുപാട് മുറിവുകൾ പറ്റിയപ്പോൾ അപ്പോൾ എൻ്റെ ഭാര്യ ഉദംപൂരിൽ നിന്ന് വന്നായിരുന്നുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ മണിക് ശർമ്മയെ ഉടനെ ഉദംപൂരിലേക്ക് കൊണ്ടുപോയി മറച്ചു വെച്ചോളാം, ആരും അവനെ കാണരുതെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ഭാര്യ ആ മണിക് ശർമ്മയെയും കൊണ്ട് ഉദംപൂരിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ മോട്ടോർ സൈക്കിൾ അവർ 10-12 പേര് വന്നു. മണിക് ശർമ്മ എന്തിയെ ഉടനെ പറഞ്ഞു, നിങ്ങൾ അവനെ ഉപദ്രവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അവരെ ഇനി വിട്ടുതരികയില്ല. ഉടനെ പറഞ്ഞു, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയാമോ? ഇവിടെ കളക്ടർ ഞങ്ങളുടെ ആളാണ്, ഞങ്ങളാണ് ഇവിടുത്തെ വലിയ ആൾ, നിന്നെ എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. ഞാനവിടെ പരദേശിയായി വാടക വീട്ടിൽ താമസിക്കുക. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവരും. അപ്പോൾ വേറെ പല ആരോപണങ്ങളും എനിക്കെതിരായി ഒരു ഡോക്ടർ ഗുപ്ത എന്ന് പറഞ്ഞവരെല്ലാം കൊണ്ടിട്ടിരുന്നു. വലിയ ബഹളമായിരുന്നു. ഞാനത് കഴിഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ വന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവരെ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും മാർച്ച് ചെയ്ത് മുൻപോട്ട് വന്നപ്പോൾ അവരുടെ ഡോക്ടർ ഗുപ്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഞങ്ങളുടെ അടുത്ത മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹം മോട്ടോർ സൈക്കിൾ ചെന്നൊരു പോസ്റ്റൽ ഇടിച്ചു. തലയിടിച്ചപ്പോൾ താഴെ വീണു. അതിൻ്റെ തല പൊട്ടി തൻ്റെ തലച്ചോറ് തലച്ചോറ് മുഴുവനും വെളിയിൽ വന്നപ്പോൾ 2 പട്ടി അവിടെ നിന്നിരുന്നു. ആ 2 പട്ടി ആ തലച്ചോറ് മുഴുവൻ അങ്ങ് തിന്നു. 2 പട്ടിയും തലച്ചോറ് മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കെല്ലാം അങ്ങ് ഭയമായി. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് പറഞ്ഞ് അവരെല്ലാം ഓടിപ്പോകാനിടയായി. അന്നെന്നെ ആക്രമിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത്ര വലിയ കൂട്ടമായി ഞാൻ ഒറ്റയ്ക്കൊരാൾ, അവിടെ ലക്ഷങ്ങളെ എടുത്താൽ ഒരു ക്രിസ്ത്യാനിയില്ല. ഇവിടെ ആണെങ്കിൽ 100 പേരെ എടുത്താൽ എത്ര ക്രിസ്ത്യാനികൾ കാണും കേരളത്തിൽ? എന്നാൽ 1,00,000 പേരെ എടുത്താൽ പോലും ഒരു ക്രിസ്ത്യാനി പോലുമില്ല. ഇത്രയും ഘോരമായി വന്നപ്പോഴും എന്നെ ഭയം തട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് അന്നേരം ഭയമുണ്ടായില്ല. പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ ഭയപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആയിരിക്കുക. പത്രോസിനെയും ശീലാസിനെയും അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യം മുതൽ വായിച്ചാട്ട്. Acts chapter 16 verse 19 onwards. 19 വായിച്ചാട്ട്. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെ ശീലാസിനെ പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടുപ്പിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടിയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. മതി. അന്ന് പകൽ അവരെ ക്രൂരമായി വർദ്ധിച്ചു. അതിനുശേഷം അവരുടെ കൈകളും കാലുകളും ആമത്തിലാക്കി. ആമത്തിൽ എന്ന് പറഞ്ഞാൽ കൈകൾ കാലിലടക്കുവാൻ കഴിയുകയില്ല, ജയിലിനകത്താണ്. അങ്ങനെ കൈകളും കാലുകളും ആമത്തിലായപ്പോഴും അവർക്ക് സന്തോഷിപ്പാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ദൈവരാജ്യത്തിൻ്റെ അനുഭവം. അവർ ദൈവരാജ്യം അവകാശമാക്കിയിരുന്നു. ആ ജയിലിനകത്തും ദൈവരാജ്യം അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവർ ദൈവരാജ്യം അനുഭവിച്ചുകൊണ്ടില്ലായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എത്ര വേദന എന്ന് പറഞ്ഞ് തമ്മിൽ അവർ ദുഃഖത്തോടെ കരയുമായിരുന്നു. എന്നാൽ അവരങ്ങ് ദുഃഖത്തോടെ കരയാതെ ആ പ്രയാസമേറിയ സ്ഥലത്തും
ദൈവരാജ്യം അനുഭവിപ്പാൻ അവർ കഴിഞ്ഞിരുന്നത് കൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അതുകൊണ്ട് ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ദൈവരാജ്യം അവകാശമാക്കുക. അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ കഷ്ടങ്ങളിലും രോഗങ്ങളിലും നിന്ദകളിലും അപമാനങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോഴൊക്കെയും ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയ്ക്കാണ് ദൈവരാജ്യത്തെ അവകാശമാക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ നിങ്ങളെ നടത്തുവാൻ ഒരു കാര്യസ്ഥനെ അയച്ചു തരും, അവനാണ് പരിശുദ്ധാത്മാവ്. അതെപ്പോഴും നമ്മളെ നടത്തുവാൻ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ അഥവാ ദൈവത്തിൻ്റെ രാജ്യം എപ്പോഴും നമ്മോട് കൂടെ, അടുക്കളയിലായിരിക്കുമ്പോൾ, കുളിമുറിയിലായിരിക്കുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ, പഠിപ്പിക്കാൻ പോകുമ്പോൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ലഭിക്കുന്ന ആ ദൈവരാജ്യം. എന്നാൽ ആ ദൈവരാജ്യം അനുഭവിക്കാതിരിപ്പാൻ നമ്മിൽ കുറച്ച് തടസ്സങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 5:17, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:17. ദൈവരാജ്യം അനുഭവിക്കുന്നതിന് തടസ്സമായി നമ്മിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഗലേഷ്യൻസ് 5:17, ഗലാത്യർ 5:17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. For the flesh lusteth against the spirit, and the spirit against the flesh, and these are contrary the one to the other, that you cannot do the things that you would. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആത്മാവും ജഡവും തമ്മിലുള്ള യുദ്ധം. ഇതിനെക്കുറിച്ച് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കുറച്ചുകൂടെ വിവരിച്ചിട്ടുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 7. അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 17-ാം വാക്യം മുതൽ വായിച്ചാൽ, റോമാലേഖനം 7:17, റോമൻസ് 7:17 ഓൺവേർഡ്സ്, 7:17 മുതൽ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. എന്നാൽ ഞാൻ നന്മയല്ല പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. നിങ്ങളോട് ആരോടും കൈപൊക്കി ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്മ ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നു, ഒരിക്കലും തെറ്റ് ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം അറിയാതെ
നമ്മിൽ തിന്മ വന്നു പോകുന്നു. അപ്പോൾ നമ്മിൽ 2 പ്രമാണം ഒന്നിച്ചു വസിക്കുന്നു. 1 ആത്മാവിൻ്റെ പ്രമാണം, 2 ജഡത്തിൻ്റെ പ്രമാണം. ഈ ജഡം എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം അല്പമായിട്ട് നിങ്ങളോട് പറഞ്ഞുവെങ്കിലും ഇന്ന് അത് ചാറ്റിൽ കൂടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വളരെ ദൂരത്തിലിരിക്കുന്നത് കൊണ്ട് വായിക്കുവാൻ കഴിയില്ലെങ്കിലും അല്പമെങ്കിലും കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അവിടെ കാണാമല്ലോ. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ റൗണ്ടായി അതിൽ ഒരു യഥാർത്ഥ മനുഷ്യൻ, ഒരു മനുഷ്യനിൽ എന്തെല്ലാം ഉണ്ട് എന്നാണ്. ഒന്നാമതായി നാം വായിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ അവൻ്റെ ആത്മാവ്, അവൻ്റെ പ്രാണൻ, അവൻ്റെ ശരീരം. 1 തെസ്സലോനിക്കർ 5:23 വായിച്ചാൽ 1 തെസ്സലോനിക്കർ 5:20. 1 Thessalonians chapter 5 verse 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. നമ്മിൽ എല്ലാവരിലും ആത്മാവ്, പ്രാണൻ, ശരീരം, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. നമ്മളെല്ലാവരിലും ആത്മാവും പ്രാണനും ശരീരവും, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. സൃഷ്ടിച്ച ശേഷം ദൈവം ആ മണ്ണിലുള്ള രൂപത്തിന്മേൽ ഊതിയപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപം അവൻ്റെ ഉള്ളിൽ കടന്നു വന്നു. അതാണ് ആ സെൻട്രൽ കാണുന്നത്, മധ്യഭാഗത്ത് കാണുന്ന ഇമേജ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വരൂപം മനുഷ്യനിൽ കടന്നു വന്നു. അതുകൂടാതെ മനുഷ്യൻ്റെ ആത്മാവും മനുഷ്യൻ്റെ പ്രാണനും. അപ്പോൾ ദൈവം ഊതിയപ്പോൾ 1 ദൈവത്തിൻ്റെ സ്വരൂപം അവനിലേക്ക് കടന്നു വന്നു. 2 മനുഷ്യൻ്റെ ആത്മാവും, 3 മനുഷ്യൻ്റെ പ്രാണനും. ദി ഇമേജ് ഓഫ് ഗാഡ്, ദ സ്പിരിറ്റ് ഓഫ് മാൻ, ദ സോൾ ഓഫ് മാൻ. പിന്നെ അവൻ്റെ ശരീരത്തിന് ജീവനുണ്ടായി. ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ആത്മാവിൽ 3 ഘടകങ്ങളുണ്ട്. There are 3 organs in the spirit. One is the conscience, the intuition, fellowship. അതായത് കോൺഷ്യൻസ്, മനുഷ്യൻ്റെ ആത്മാവിലുള്ളത്. ഒന്നാമത് മനസാക്ഷി. അവൻ്റെ ആത്മാവിലുള്ളതിൽ ഒരു ഭാഗം, ഒരംഗം മനസാക്ഷി എന്നുള്ളതാണ്. 2 ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അന്തർജ്ഞാനം. 3 ഫെലോഷിപ്പ്, കൂട്ടായ്മ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ 3 ഘടകങ്ങളുണ്ട്. 1 കോൺഷ്യൻസ്, ഇൻറ്റ്യൂഷൻ, ഫെലോഷിപ്പ്. അഥവാ മനസാക്ഷി, അന്തർജ്ഞാനം, ഫെലോഷിപ്പ്. ഈ കോൺഷ്യൻസ് ഞാനിവിടെ എഴുതി. ഇറ്റ് ഈസ് ദ ഡിസേണിംഗ് ഓർഗൻ. ദ ഡിസേൺമെൻറ്റ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ബൈ ദ കോൺഷ്യൻസ് ഈസ് നോട്ട് influenced by the knowledge in the mind. Rather, it is a spontaneous, direct judgment. Many times, the conscience will condemn even the things that one's reasoning condones. The work of the conscience is mostly independent and direct. It is not affected by outward persuasion. If a man makes a mistake in his conduct, his conscience will condemn him. God deals with man through the conscience. മനസാക്ഷി എന്ന് പറയുന്നത് നമ്മളെ വിവേചിച്ചറിയുവാനുള്ളതായ അംഗമാണ്. നമ്മുടെ ശരീരത്തിൽ വിവേചിച്ചറിയുക, നന്മയോ തിന്മയോ, തെറ്റോ ശരിയോ എന്നുള്ളതിനെ വിവേചിച്ചറിയുവാനുള്ളതായ അംഗമാണ് കോൺഷ്യൻസ്. ആ കോൺഷ്യൻസ് പെട്ടെന്നാണ് നന്മയാണോ തിന്മയാണോ തെറ്റാണോ ശരിയാണോ എന്ന് പെട്ടെന്നാണ് നമ്മളോട് പറയുന്നത്. അത് വെളിയിലുള്ളതായ സമ്മർദ്ദത്തിനനുസരിച്ചല്ല. അതുകൊണ്ടാണ് ഈ ലൈ ഡിറ്റക്ടർ ടെസ്റ്റും അതുപോലെ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ്. ഈ പോലീസ് ചിലർ കള്ളം പറയുമ്പോൾ അവരെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് കൊണ്ടുപോകുന്നു. അതുപോലെ ബ്രെയിൻ മാപ്പിംഗ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും 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 പെട്ടെന്ന് അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ ചെയ്ത തെറ്റ് അവരുടെ വിവേകത്തിൽ കൂടെ വെളിപ്പെടുകയാണ്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുന്നത്. ആ കോൺഷ്യസ്
ആ മനസാക്ഷി എന്ന് പറയുന്നത് സ്വയമായി പ്രവർത്തിക്കുന്നതാണ്. ആരുടെയും സമ്മർദ്ദത്തിന് കീഴടങ്ങുന്നതല്ല, മറ്റുള്ളവരുടെ വെളിയിലുള്ള ആ പ്രേരണയ്ക്കും കീഴടങ്ങുന്നതല്ല. ഒരു മനുഷ്യനിൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കോൺഷ്യൻസ്, അവൻ്റെ മനസാക്ഷി അവനെ കുറ്റം പറയും, നീ തെറ്റ് ചെയ്തു. ദൈവം മനസാക്ഷിയിൽ കൂടെയാണ് മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി, ഈ മനസാക്ഷി മനുഷ്യർക്ക് മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ. നിങ്ങളുടെ ഒരു ഇലസ്ട്രേഷനായിട്ട് 2 പൂച്ച തമ്മിലിവിടെ കിടന്ന് നല്ല കടിപിടി കടിച്ച് വഴക്കുണ്ടാക്കുക. ഒരു പൂച്ച വേറൊരു പൂച്ചയെ കൊന്നു കഴിഞ്ഞിട്ടും ആ കൊന്ന പൂച്ച തളർന്ന് ക്ഷീണിച്ച് വേറൊരു സ്ഥലത്ത് കിടന്നുറങ്ങും. അതിന് മനസാക്ഷി പറയുന്നില്ല ഞാനൊരു പൂച്ചയെ കൊന്നുവെന്ന്. എന്നാൽ ഒരു മനുഷ്യൻ വേറൊരാളെ കൊന്നു, അതിൻ്റെ തെളിവുകളെല്ലാം അവൻ മറച്ചു വെച്ചാലും അവൻ്റെ ഉള്ളം പറയും നീ കൊലപാതകനാണ്. പെട്ടെന്ന് അതെല്ലാം അടച്ചു പൂട്ടി അവിടുന്ന് വേറെ പട്ടണത്തിലേക്ക് പോവുകയാണ്. കാരണം അവൻ്റെ മനസാക്ഷി അവനോട് പറയുകയാണ് നീ കൊലപാതകനാണ്. ഇത് മനുഷ്യന് മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആത്മാവിലുള്ളതായ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കോൺഷ്യൻസ്. രണ്ടാമത് ദി ഇൻറ്റ്യൂഷൻ. The intuition is the organ of immediate insight. Intuition is the organ used by God or satanic spirit. God is known through the intuition of man. അന്തർജ്ഞാനം എന്ന് പറയുന്നത് ദൈവം നമ്മിൽ കൂടെ ഇടപെടുന്നതാണ്. നമ്മിൽ ദൈവമക്കളിൽ കൂടെ ദൈവം ഇടപെടുന്നു. ദൈവമക്കളല്ലാത്തവർക്ക് സാത്താന്യ ലോകം, ഡെവിൾസ് വർഷിപ്പേഴ്സ്, മന്ത്രവാദികൾ, അതുപോലെ യോഗാഭ്യാസം ചെയ്യുന്നവർ, മെഡിറ്റേഷൻ ചെയ്യുന്നവരെല്ലാം വെളിയിലുള്ള ലോകവുമായി സമ്പർക്കം നടത്തുന്നത് ഇൻറ്റ്യൂഷനിൽ കൂടെയാണ്. നമ്മിലും ദൈവം സംസാരിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ നമ്മോട് ദൈവം സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇൻറ്റ്യൂഷൻ നമുക്ക് മനസ്സിലാകുകയും അതിനുശേഷം നമ്മുടെ പ്രാണനിലേക്ക് അത് വരികയും അങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയിലേക്ക് അത് മനസ്സിലാകുകയും ചെയ്യുന്നത്. ഇൻറ്റ്യൂഷനാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഫെലോഷിപ്പ്. ദിസ് ഈസ് ദി ഓർഗാൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഓർ സൈറ്റാനിക് സ്പിരിറ്റ്. നമ്മുടെ ആത്മാവിലുള്ളതായ ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്കോ അഥവാ വിശ്വാസികളല്ലാത്തവർ ദുഷ്ടാത്മാക്കൾക്കുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫെലോഷിപ്പ്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിൽ 3 അംഗമുണ്ട്. ഒന്ന് ദ കോൺഷ്യൻസ്, ദ ഇൻറ്റ്യൂഷൻ, ദ ഫെലോഷിപ്പ്. മനസാക്ഷി, അന്തർജ്ഞാനം, കൂട്ടായ്മ. രണ്ടാമത് സോൾ, പ്രാണൻ. ആ പ്രാണനിലും 3 ഭാഗമുണ്ട്. ദ വിൽ, ദ മൈൻഡ്, ദി ഇമോഷൻ. തീരുമാനിക്കാനുള്ള ശക്തി, ചിന്തിക്കാനുള്ള ശക്തി, അതുപോലെ വികാരം, ഇമോഷൻ. The will is the deliberating organ. It is where the power of judgment lies. It makes decision whether to do or not to do. Without the will, man would be a machine. തീരുമാനിക്കാനുള്ള കഴിവാണ് വിൽ. അത് എന്തൊരു കാര്യം ചെയ്യണോ ചെയ്യണ്ടായോ എന്നുള്ള തീരുമാനം ആ പ്രാണനുള്ളതായ ദ വിൽ, ആ ഭാഗമാണ് അത് ചെയ്യുന്നത്. ഒരു മനുഷ്യന് ആ തീരുമാനിക്കാനുള്ള കഴിവില്ലെങ്കിൽ അവനൊരു മെഷീൻ പോലെ ആയിരിക്കും. ഉദാഹരണമായി നമ്മുടെ സ്കൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ കാർ നിങ്ങൾ ഇഗ്നിഷൻ ഓൺ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളത് ഓഫ് ചെയ്യുന്നത് വരെയും അത് നടന്നുകൊണ്ടിരിക്കും. വെറുതെ ഞാൻ എന്തിനാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, എൻജിൻ ഓടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ചിലവാകുന്നതിന് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുപോലെ നിങ്ങൾ വെള്ളം ടാങ്ക് നിറയ്ക്കാനായി പമ്പ് ഓൺ ചെയ്തു, ടാങ്ക് നിറഞ്ഞാലും പമ്പ് നടന്നുകൊണ്ടിരിക്കും. കാരണം അതിന് തീരുമാനിക്കാനുള്ള കഴിവില്ല. നാം ചില കുഞ്ഞുങ്ങളെ ചിലർ കണ്ടു കാണും, അവരുടെ ബുദ്ധി വികസിച്ചിട്ടില്ല. അവരോട് മുഖം കഴുകാൻ പറഞ്ഞാലും ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടേയിരിക്കും. തീരുമാനിക്കാനുള്ളൊരു കഴിവില്ല. എന്നാൽ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും തീരുമാനിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രാണനിലുണ്ട്. പിന്നെ ദ മൈൻഡ്. ദ മൈൻഡ് ഈസ് ദ തിങ്കിങ് ഓർഗാൻ. ഇറ്റ് ഈസ് അവർ ഇൻ്റലക്ട്, അവർ ഇൻ്റലിജൻസ്, നോളജ് ആൻഡ് എവറിഥിങ് വിത്ത് മെൻ്റൽ കപ്പാസിറ്റി. വിത്തൗട്ട് മൈൻഡ് മാൻ വുഡ് ബി ടോട്ടലി ഫൂളിഷ്. ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ചിന്തിക്കാനുള്ള കഴിവിൽ കൂടെയാണ് നാം ഓരോ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ പോകണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവിൽ. നമ്മൾക്ക് ആ ചിന്തിക്കാനുള്ള കഴിവില്ലെങ്കിൽ നാം തീരെ മൂഢന്മാരായിത്തീരും.
മൂന്നാമത്തേതാണ് ദി ഇമോഷൻ, വികാരം. ദി ഇമോഷൻ ഈസ് ദി ഓർഗൻ ഓഫ് സെന്റിമെന്റ്സ് ലൈക്ക് ലവ്, hatred, joy, sorrow, jealousy. Without emotion, man would be like a wood or stone. വികാരം നമ്മളുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുക, വെറുപ്പിനെ പ്രകടിപ്പിക്കുക, കോപത്തെ പ്രകടിപ്പിക്കുക, അസൂയ, ഇതിനെയെല്ലാം പ്രകടിപ്പിക്കുന്നതാണ് നമ്മളിലുള്ള ഇമോഷൻ, വികാരം. ഇപ്പോൾ ചിലർ നിങ്ങൾ കാണുമല്ലോ, ഒരാരെങ്കിലും മരിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവർ മരിച്ചുവെങ്കിൽ, ചില പ്രിയപ്പെട്ടവർ നിലത്ത് കിടന്ന് ഉരുണ്ട് നെഞ്ചത്തൊക്കെ അടിച്ച് വലിയ വികാരം ഉണ്ടാവും. എന്നാൽ ചിലരാണെങ്കിലും ഒന്ന് കരഞ്ഞ് കാണിക്കും, ചിലരാണെങ്കിൽ കരയുക പോലുമില്ല അവരുടെ മുഖത്ത്. അപ്പോൾ വികാരം ഓരോ മനുഷ്യരുടെ ഓരോ നിലയിലാണ്. ഇപ്പോൾ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുക, ചിലർ ഫുട്ബോൾ കണ്ട് ഒരാൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലർ ഗ്രൗണ്ടിൽ ചാടി കയറി കിടന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങും. ചിലർ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഉറച്ച് കൈയടിച്ച് പറയും, ചിലരാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കും. അപ്പോൾ ഈ വികാരം ഓരോ മനുഷ്യരുടെയും ഓരോ നിലയിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ മനുഷ്യനിൽ പ്രാണനിൽ ദ വിൽ, ദ മൈൻഡ്, ദ ഇമോഷൻ. പ്രാണനിൽ അവൻ്റെ തീരുമാനിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ഇമോഷൻ. പിന്നെ നമ്മുടെ ശരീരത്തിൽ 5 സെൻസ് നിങ്ങൾക്കെല്ലാം അറിയാലോ. കണ്ണ്, ഐസ്, നോസ്, ഇയേഴ്സ്, ടങ്, സ്കിൻ. കണ്ണ്, മൂക്ക്, അതുപോലെ കേൾപ്പാനുള്ള കഴിവ്, രുചിക്കാനുള്ള കഴിവ്, തൊടുവാനുള്ള കഴിവ്, ത്വക്ക്. നാം ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനിൽ കൊടുത്തതായി കാണുന്നു. ഇതിൽ നാം ജഡത്തെ കാണുന്നില്ല. ജഡം ഇതിൽ കാണപ്പെടുന്നില്ല. ജഡം എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 3-ന്റെ 1 മുതൽ 6 വരെ. ജെനീസസ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 6. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് ജഡം ഉത്ഭവിച്ചത്. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും ദൈവത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നാം വായിക്കുന്നു, വയ്യാറായ സമയത്ത് ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടു. ദൈവവും ആദാമിനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരുന്നു. ആദാം നഗ്നനല്ലായിരുന്നു. ചില പടങ്ങളിൽ ആദാമിനെ നഗ്നനാക്കി കാണിച്ചിട്ടുണ്ട്. എന്നാൽ വചനത്തിന് നാം വായിക്കുമ്പോൾ ദൈവം പ്രകാശത്തെ വസ്ത്രമായി ധരിച്ചിരുന്നത് പോലെ ആദിമ മനുഷ്യനും പ്രകാശത്തെ വസ്ത്രമായി ധരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആ പ്രകാശമാകുന്ന വസ്ത്രം അവനിൽ നിന്ന് മാറി അവൻ നഗ്നനെന്ന് അവന് മനസ്സിലായി. അപ്പോൾ ആദ്യ മനുഷ്യൻ നഗ്നനല്ലായിരുന്നു, ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നത് കൊണ്ട് ദൈവത്തോട് ചേർന്ന് നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ തോട്ടത്തിൽ തന്നെ ദൈവം ഒരു വൃക്ഷം നട്ടിരുന്നു. തോട്ടത്തിൻ്റെ നടുവിൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം. ദൈവം അവരോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എല്ലാ ദിവസവും ആ തോട്ടത്തിൽ ആദവും ഹവ്വായും നടക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും ആ ഫലം പറിച്ച് തിന്നണമെന്നുള്ള ആഗ്രഹം അവർക്ക് വന്നില്ല. എന്നാൽ ഒരു ദിവസം സാത്താൻ അവിടെ വന്നു. സാത്താൻ അവിടെ വന്ന് ഹവ്വായോട് ചോദിക്കുകയാണ്, എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാൻ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹവ്വ പറഞ്ഞു, എല്ലാം തിന്നുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം
തിന്നരുത്, തുടരുന്ന ദൈവം കൽപ്പിച്ചിട്ട് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഉടനെ സാത്താൻ അവളോട് പറയുന്നത്, നിങ്ങൾ മരിക്കയില്ല, ദൈവത്തെ നന്മതിന്മകളെ അറിഞ്ഞ് ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരീക്ഷ വെച്ചു. അപ്പോൾ സാത്താൻ ആദ്യമായി വന്ന് ഹവ്വയുടെ ആത്മാവിൽ ഇടപെടാനാണ് തുടങ്ങിയത്. ആ ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ സ്ഥലത്ത് വന്ന് ഇടപെടുന്നു. ആ സമയത്ത് ഹവ്വായിക്ക് ചോദിക്കാമായിരുന്നു, നീ ആരാണ്, നിനക്ക് ഈ തോട്ടത്തിൽ വരാനുള്ള അവകാശം എന്താണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവളെ തോൽപ്പിക്കയില്ലായിരുന്നു. എന്നാൽ അവളോട് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഒരാത്മീക സംസർഗം ഉണ്ടായി. സാത്താൻ്റെ ആത്മാവും ഹവ്വായുടെ ആത്മാവും തമ്മിൽ ഒരാത്മീക സംസർഗം ഉണ്ടായി. ഒരാത്മീക സംസർഗത്തിൽ ഉണ്ടായതാണ് ജഡമാകുന്ന പുത്രൻ. ആദാം, ശ്രദ്ധിക്കണം, ഹവ്വായുടെ ആത്മാവും സാത്താൻ്റെ ആത്മാവും തമ്മിൽ സംസർഗമുണ്ടായപ്പോൾ ഉണ്ടായതാണ് ജഡമാകുന്ന പുത്രൻ. ആ ജഡമുണ്ടായി കഴിഞ്ഞപ്പോൾ മോഹം വർദ്ധിച്ചു. ആ ജഡം പ്രാണനിലേക്ക് പ്രവേശിച്ചു. ആത്മാവിൽ സംസർഗമുണ്ടായി ജഡം ആരംഭിച്ചു, അത് പ്രാണനിൽ പ്രവേശിച്ചു. ചിന്തിക്കാൻ തുടങ്ങി, ആ പഴം കണ്ടാൽ എത്ര നല്ലതാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പ്രാണനിൽ കൂടെ തീരുമാനമെടുത്തു, ഫലം പറിച്ച് ഭക്ഷിച്ചു. അതോടുകൂടെ ദൈവസ്വരൂപം നഷ്ടമായി, അന്ധകാരത്താൽ നിറയുവാനിടയായി. ഇവിടെ കാണുന്നത്, ഇതിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ ആ ദൈവത്വം അവനിൽ നിന്ന് മാറി, ആ സ്ഥലത്ത് അന്ധകാരം, സാത്താൻ്റെ ശക്തി കടന്നു വന്നു. അതോടുകൂടെ ഈ വെളുത്ത ചെറിയ ഡോട്ടായിട്ട് നിങ്ങൾക്ക് പുറകിലിരിക്കുന്നവർക്ക് കാണാമല്ലോ, അതാണ് ജഡം. ജഡം ദൈവം സൃഷ്ടിച്ചതല്ല. ഇവിടെ നിങ്ങൾക്ക് ജഡത്തെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഹവ്വായുമായിട്ടുള്ള സംസർഗത്താൽ, ആത്മീയ സംസർഗത്താൽ, സാത്താൻ ചെയ്ത ആത്മീയ സംസർഗത്താൽ ഉണ്ടായ പുത്രനാണ് ജഡം. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം അവന് നഷ്ടപ്പെട്ടു പോയി, സാത്താൻ്റെ സാദൃശ്യത്തിലായി, ജഡം അവനിൽ ഉത്ഭവിച്ചു. അതിനുശേഷം നാം ദൈവമക്കളായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു, ഇന്നർ മാൻ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവമക്കളാകുന്ന നമ്മിൽ അകത്തൊരു പുതിയ മനുഷ്യൻ, അതോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ്, പിന്നെ നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, കൂടാതെ ഫ്ലഷ്, ജഡം. നമ്മിൽ ജഡവും അതുകൂടാതെ നമ്മുടെ ശരീരവുമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നിൽ 2 പ്രമാണം കാണുന്നു. ഒന്ന്, അകത്തെ മനുഷ്യനിലുള്ള ദൈവാത്മാവിൻ്റെ പ്രമാണം. 2, പുറത്തെ മനുഷ്യനിലുള്ള പ്രാണനിലുള്ള ജഡത്തിൻ്റെ പ്രമാണം. ഇത് രണ്ടും ഒരു ദൈവമകനിൽ ഉണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, ദൈവമക്കളിൽ എല്ലാവരിലുമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമക്കളാകുന്ന നാം സാത്താൻ്റെ സന്തതിയെയും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസനാണെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ജഡമാകുന്ന സാത്താൻ്റെ സന്തതിയുണ്ട്. ഇത് ചിന്തിക്കാതെ പോയാൽ, ഇത് ഓർക്കാതെ പോയാൽ നാം തെറ്റിപ്പോകും. അനേക വിശുദ്ധന്മാർക്ക്, അനേക വലിയവരായ കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇവിടെയാണ് തെറ്റുപറ്റിയത്. തങ്ങളിൽ ജഡമുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കാതെ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, ഞങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് ക്രമേണ ആത്മാവിൽ ആരംഭിച്ചത് ജഡത്തിൽ ചിന്തിച്ചൊടുവിൽ ജഡത്തിൽ അവസാനിക്കുന്നു. അനേക വീരന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, അനേക ശത്രുവിൻ്റെ കോട്ടകളെ തകർത്ത പ്രിയപ്പെട്ടവർ, വലിയ കർത്താവിന് വേണ്ടി ചെയ്തവർ, ഒടുവിൽ ക്രമേണ
ജഡത്തിൽ അവസാനിച്ചതിൻ്റെ കാരണം എന്താണ്? അവരിൽ ജഡം വസിക്കുന്നു എന്നുള്ള ചിന്ത അവർ മറന്നുപോയി. ആകയാൽ ഞാൻ ഈ പ്രദേശത്തുള്ളതായ ദൈവമക്കളോട് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നത്, നിങ്ങളെപ്പോഴും ജഡം എന്നിലുണ്ട്, എന്നിൽ ജഡം വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ സാത്താൻ്റെ പുത്രനാകുന്ന ജഡത്തിൽ കൂടെയാണോ അതോ ദൈവാത്മാവിൽ കൂടെയാണോ എന്ന് നല്ലവണ്ണം പരീക്ഷിച്ച് മനസ്സിലാക്കിയെങ്കിലേ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ തെറ്റിപ്പോകും. എത്രയോ വലിയവർ തെറ്റിപ്പോയിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവാത്മാവിൽ കൂടെയാണോ ഞാൻ ചെയ്യുന്നത്, ജഡത്തിൽ കൂടെയാണോ? എല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ഞാൻ തന്നെ, എന്നിൽ വരുന്ന ചിന്തകൾ ജഡത്തിൽ കൂടെയാണോ ദൈവത്തിൽ കൂടെയാണോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവമക്കൾ ആത്മീയത്തിൽ മുൻപോട്ട് പോകാതെ കുറച്ച് നാൾ ആദ്യം നിങ്ങൾ ആത്മാവിൽ മുൻപോട്ട് വരുമ്പോൾ ജഡം എന്തു ചെയ്യും? കുറച്ച് താണിരിക്കും സന്തോഷത്തോടെ. എന്നാൽ അവൻ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ആത്മാവിൽ ഒരല്പം ക്ഷീണമുള്ളവനായിരിക്കുന്നത്, അന്നേരം അവൻ നിങ്ങളെ കൈവശമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആത്മാവിൽ ആരംഭിച്ച് ക്രമേണ നമ്മുടെ ഉത്സാഹം കുറഞ്ഞ് നാം ജഡത്തിലായിത്തീരുന്നത്. അങ്ങനെ വരാതിരിക്കുവാൻ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. 3 വിധത്തിലുള്ളതായ ജീവിതമുണ്ട്. ഒന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു, ഫ്ലഷ് ലെഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മിലുള്ള ജഡം ചിന്തിച്ച് നല്ലതേതൊക്കെ അതിനനുസരിച്ച് പോവുക. 2 സോൾ ലെഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ കൂടെ ഇതൊക്കെ നല്ലതാണ്, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ. 3ാമത്തേതാണ് സ്പിരിറ്റ് ലെഡ് ലൈഫ്, ആത്മാവിൽ നടക്കുക. ഇതാണ് സ്വർഗരാജ്യം അനുഭവിക്കുന്ന. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് പൂർണ്ണമായി കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടത്തുക. സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിൻ്റെ അനുഭവം ഇരിക്കുക, സ്വർഗത്തിലെ സന്തോഷം. സ്വർഗത്തിലെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കണ്ണുനീരില്ല, സ്വർഗത്തിൽ ദുഃഖമില്ല, സ്വർഗത്തിൽ വേദനയില്ല, സ്വർഗത്തിൽ നിരാശയില്ല. സ്വർഗരാജ്യം, ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവൻ അനുഭവിക്കുവാൻ കഴിയും. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം റൂൾ ചെയ്യുന്നു, ദൈവം നടത്തുന്നു. രാജ്യത്തിൻ്റെ അധിപതികൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭരണമാണ് നടക്കുന്നത്. അതുപോലെ പാകിസ്ഥാനിൻ്റെ സർക്കാരിൻ്റെ. അതുപോലെ നമ്മിൽ ദൈവമാണ് വസിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രാണൻ. ആത്മാവ് അങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും സ്വർഗത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും കൂടെ ചേർന്നാണ് പോകുന്നത്. ആര് ദൈവരാജ്യം അനുഭവിക്കുന്നുവോ അവരുടെ ഉള്ളിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എപ്പോഴും ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അനുഭവം. ഹല്ലേലൂയ. പട്ടിണി കിടക്കുമ്പോഴും സ്വർഗത്തിൻ്റെ അനുഭവം, രോഗം വന്ന് വളരെ മരിക്കുന്ന അവസ്ഥ വന്നപ്പോഴും സ്വർഗത്തിൻ്റെ അനുഭവം, എല്ലാവരും എതിര് പറയുമ്പോഴും സ്വർഗത്തിൻ്റെ അനുഭവം, എല്ലാവരും നിന്ദിക്കുമ്പോഴും സ്വർഗത്തിൻ്റെ അനുഭവം. ആരെത്ര നിന്ദിച്ചാലും ഒരു പ്രയാസവുമില്ല. അതാണ് സ്വർഗരാജ്യം അനുഭവിക്കുന്നവർ. തങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വർഗരാജ്യം അനുഭവിക്കുക. അപ്പോൾ ദൈവരാജ്യത്തിൽ നാം ആയിരുന്ന് സ്വർഗരാജ്യം അനുഭവിക്കുക. അപ്പോൾ മാത്രമേ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇടവിടാതെ സന്തോഷിപ്പീൻ, എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. നിങ്ങൾ പോകുന്ന വഴി ആരെങ്കിലും നിങ്ങളുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ഹല്ലേലൂയ, സ്തോത്രം, പണം മോഷ്ടിച്ചുകൊണ്ട് പോയി, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പോയ വഴി നിങ്ങളുടെ വാച്ച് കയ്യിൽ നിന്ന് വീണുപോയി, നോക്കിക്കിട്ടില്ല, സ്തോത്രം, സ്തോത്രം, വാച്ച് വീണുപോയി, സ്തോത്രം, സ്തോത്രം. എന്ത് വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര നിന്ന വന്നാലും, എത്ര അടി വന്നാലും, എത്ര ഉപദ്രവം വന്നാലും ദൈവരാജ്യത്തിലിരിക്കുന്നവർ സ്വർഗരാജ്യം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് പോകാനിടയാവും. അപ്പോൾ 3 വിധത്തിലുള്ളതായ ക്രിസ്തീയ ജീവിതമാണ്. ക്രിസ്ത്യൻ ഫ്ലഷ് ലെഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ
അതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഇന്ന് അനേക ദൈവമക്കൾ ഇതിൻ്റെ ആഴമറിയാതെ പഴയ നിയമത്തിൽ കർത്താവ് സമ്പത്തുകൾ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവരുടെ വീട് കണ്ടപ്പോൾ ഒരാഗ്രഹം, എനിക്ക് ഇതുപോലൊരു വീട് കിട്ടിയായിരുന്നെങ്കിൽ എത്ര സുഖമായി കർത്താവിനെ സ്തുതിക്കാമായിരുന്നു, യോഗങ്ങളൊക്കെ നടത്താമായിരുന്നു. നമ്മുടെ ജഡത്തിൽ വന്ന ആഗ്രഹമാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ എനിക്ക് വീട് തരണമേ, എനിക്ക് വീട് തരണമേ, എനിക്ക് വീട് തരണമേ, വിശ്വാസം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില സമയത്ത് നിങ്ങൾ ആത്മീയത്തിൽ ശിശുക്കളായിരിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കാം. എന്നാൽ അതേ കാര്യം എടുത്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആത്മാവിൽ നാം ശിശുക്കളായിരിക്കുമ്പോൾ നാം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഉദാഹരണമായി ഇന്നലെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഷോപ്പിൽ കടയിൽ സാധനം വാങ്ങുവാൻ പോവുകയാണ്. നിങ്ങളുടെ മകനെയും നിങ്ങളുടെ ഭാര്യയെ ഭർത്താക്കൻ ഒന്നിച്ചു പോകാൻ 5 വയസ്സുള്ള കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ, ഷോപ്പിൽ ചെന്നപ്പോൾ നല്ലൊരു കളിപ്പാട്ടം കണ്ടു. ഒരു കാറോ ടോയ് കാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടപ്പോൾ ഒരു ബലൂണോ ഒരു പാവയോ കണ്ടപ്പം കരയാൻ തുടങ്ങി. പപ്പാ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഉടനെ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞിന് പാവ് മേടിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അരി മേടിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനം മേടിക്കാൻ പണമില്ലെങ്കിലും അത് മേടിച്ചു കൊടുക്കും. എന്നാൽ കുറച്ച് പ്രായമായി 15 വർഷം കൂടെ കഴിഞ്ഞ് ആ മകൻ 20 വയസ്സായി, വീണ്ടും കടയിൽ പോവുകയാണ്. അപ്പോൾ ആ മകൻ നിങ്ങളോട് പാവ ചോദിക്കുകയില്ല. അഥവാ പാവ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, മോനെ നീ ഇന്നും 5 വയസ്സേ ഉള്ളോ നിനക്ക്? നമുക്ക് വീട്ടിൽ അരിയും സാധനങ്ങളും ആവശ്യമായിരിക്കുമ്പോൾ നീ ഇന്നും പാവയാണോ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് നാം അവനെ ശാസിക്കും. എന്ന് പറഞ്ഞാൽ 20 വയസ്സുള്ളവൻ 5 വയസ്സിൻ്റെ പ്രായമേ പൂർത്തിയേ വന്നിട്ടുള്ളൂ. ഇന്ന് അതുപോലെ 10-20 വർഷം വിശ്വാസികളായ പാസ്റ്റർമാരും വേലക്കാരായ പാസ്റ്റർമാർക്കും അവർക്ക് വാസ്തവത്തിൽ 5 വയസ്സ് 3 വയസ്സിൻ്റെ കുഞ്ഞിൻ്റെ പ്രായമേ ഉള്ളൂ. ആത്മീയ വളർച്ച വന്നിട്ടില്ല. ഇത്രയും വർഷമായിടയ്ക്കും അവർ ഇന്നും ആരാണ്? കുഞ്ഞുങ്ങളായിരിക്കുക. ആത്മാവിൽ വളർച്ചയായി കഴിയുമ്പോൾ കർത്താവിൻ്റെ വേല നമ്മുടെ വേല, നമ്മുടെ വേല കർത്താവിൻ്റെ വേല. പിന്നെ നമ്മൾക്ക് ഈ ജഡത്തിനനുസരിച്ച് പോകുവാനുള്ള മനസ്സുണ്ടാകുകയില്ല. ഒന്ന്, ജഡത്തിനനുസരിച്ച് അനേകർ ജീവിക്കുന്നു, അനേക ദൈവമക്കൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നു. ജഡത്തിലുള്ള ആഗ്രഹം, കർത്താവേ ഞാൻ നിൻ്റെ നല്ല മകനാണല്ലോ കർത്താവേ. അതിനെക്കുറിച്ച് ഈ ജഡത്തിന് വേണ്ടി കാര്യങ്ങൾക്കിടെ പ്രാർത്ഥന, അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ഞാനത് എടുക്കുന്നതായിരിക്കും. കാരണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നൊക്കെ അനേക കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നല്ലോ. അതെന്തൊക്കെയാണ് എന്ന് ഞാൻ ദൈവവചനത്തിൽ കൂടെ കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ നാളെ രാവിലെ ആ വിഷയങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ അത് ഒന്നുകൂടെ മനസ്സിലാക്കുവാനിടയാകും. എന്നാൽ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് 3 വിധത്തിലുള്ള ജീവിതം. ആത്മാവിനനുസരിച്ചുള്ള ജീവിതം, 2 ബുദ്ധിക്കനുസരിച്ചുള്ള ജീവിതം, മറ്റേത് നമ്മുടെ ആഗ്രഹങ്ങൾ. അത് വേണം, ഇത് വേണം, ആ ജോലി വേണം, ഈ ജോലി വേണം, ആ സാധനം വേണം, ആ സാരി വേണം, ആ വസ്ത്രം വേണം, ആ പാത്രം വേണം, അപ്രകാരമുള്ള ആഗ്രഹങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ദൈവം ഭൗതികമായി ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ സൂക്ഷിപ്പുകാരാണ്. യു ആർ ദ കസ്റ്റോഡിയൻസ്. നിങ്ങൾക്ക് ഭൗതിക നന്മകൾ എന്ന് പറഞ്ഞാൽ നല്ല വീടോ നല്ല കാറുകളോ നല്ല സൗകര്യങ്ങളോ തന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൂക്ഷിപ്പുകാരാണ്. അതെപ്പോഴും ഓർത്തിരിക്കണം. അതല്ല നമ്മുടെ ഈ ഭൂമിയിലെ അനുഗ്രഹം. കാരണം എത്ര നല്ല വീടാണെങ്കിലും, എത്ര നല്ല റബ്ബർ എസ്റ്റേറ്റോ അല്ലെ ബാങ്ക് ബാലൻസോ, ബാങ്കിൽ ഒരുപാട് പണം ബാക്കിയുണ്ടോ, എത്ര നല്ല പേരാണെങ്കിലും മരണം വരുന്നതോടുകൂടെ അത് തീർന്നു. അതിൻ്റെ സകല പ്രൗഢിയും കഴിഞ്ഞു മരണത്തോടുകൂടെ. അതുകൊണ്ട് ഈ താൽക്കാലികമായി, അതുകൊണ്ടാണ് ദൈവം എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ്റെ എല്ലാ മഹത്വവും പുല്ലിൻ്റെ പൂ പോലെയാകുന്നു.
ഇന്ന് കാണുന്നു, നാളെ കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഭൗതികമായി കാണുന്നതൊന്നും വാസ്തവത്തിൽ യഥാർത്ഥ അനുഗ്രഹങ്ങളല്ല. എന്നാൽ ദൈവം നിങ്ങളെ അതിൻ്റെ സൂക്ഷിപ്പുകാരാക്കി തീർത്തിരിക്കുക. ചില വിശ്വാസികളെ തീരെ പാവപ്പെട്ട നിലയിലാക്കിയിരിക്കുക. ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലും ബീഹാറിലും നേപ്പാളിലും ഒക്കെ ധാരാളം പാവപ്പെട്ട വിശ്വാസികളുണ്ട്. ഞാൻ അവരോട് നിങ്ങൾക്ക് സ്വത്ത് വേണമെന്നല്ല പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചെറ്റപ്പുരയിൽ കിടന്നു. ഞാൻ അവരോട് കൂടെ താമസിച്ചിട്ടുണ്ട്. വലിയ വലിയ ബംഗ്ലാവിൽ താമസിച്ചിട്ടുണ്ട്, വലിയ വലിയ രാജകൊട്ടാരത്തിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തീരെ പാവപ്പെട്ടവരുടെ കുടിലിലും പോയി താമസിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കുമ്പോൾ കൂടുതൽ സന്തോഷമോ അല്ലെങ്കിൽ ചെറിയ പാവപ്പെട്ടവരെ ചെറ്റക്കുടിലിൽ പോയി കിടക്കുമ്പോൾ ദുഃഖമോ എനിക്കുണ്ടാകാറില്ല. അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഞാൻ പാവപ്പെട്ട വിശ്വാസികളോട് പറയുന്നത്, ഇവിടെ നിങ്ങൾ സന്തോഷത്തോടെ പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ധനവാന്മാരാകുന്നവർ നിങ്ങളെ നോക്കിയിട്ട് തേണ്ട ഈ റോഡരിയെ കിടക്കുന്ന ചെറ്റപ്പുരയിൽ കിടക്കുന്നവൻ, ഇവൻ്റെ വീട് മുഴുവനും വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നു, അവന് കിടപ്പാൻ പോലും കഴിയില്ല, അവൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല, കക്കൂസില്ല, ബാത്റൂമിൽ ഒന്നുമില്ല, എന്നിട്ട് ഇവൻ്റെ വായിൽ നിന്ന് പ്രത്യാശയുടെ പാട്ടുകൾ വരുന്നല്ലോ. അപ്പോൾ അവൻ പ്രത്യാശയുടെ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണമുള്ള പ്രിയപ്പെട്ടവർ നോക്കി കണ്ടോ, എന്നേക്കാൾ കൂടുതൽ ഇവന് സന്തോഷമുണ്ടല്ലോ, എന്നേക്കാൾ കൂടുതൽ ഇവൻ ആനന്ദിക്കുന്നല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത്രയും സ്വത്തുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും സന്തോഷമില്ലല്ലോ എന്ന് പറയുവാനിടയാകും. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ളതായ സമ്പത്തുകൾ അല്ല നമ്മുടെ അനുഗ്രഹം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ദൈവരാജ്യത്തിൻ്റെ സ്വത്തുകൾ, ഈ ലോകത്തിൻ്റെ സ്വത്തുകൾ സാത്താനെ ഏൽപ്പിച്ചിരിക്കുക. ഈ ലോകത്തിൻ്റെ സ്വത്തുകൾ ദൈവത്തിന് ആവശ്യമുള്ളത്, തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ദൈവം നൽകിക്കൊടുക്കും. സാത്താനെ ഏൽപ്പിച്ചിരിക്കുക. എന്തുകൊണ്ട്? ദൈവമക്കളായ നമ്മളെ പരീക്ഷിച്ച് നാം അവനെ പോലെ ആയിത്തീരണം. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിക്കുവാനല്ല. പല ദൈവമക്കളും ചിന്തിക്കുന്ന ദൈവം ഒരു പാർട്ടി, സാത്താൻ ഒരു പാർട്ടി. സാത്താൻ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു, ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് സ്വർഗത്തിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, ദൈവവും സാത്താനും രണ്ട് പാർട്ടിയല്ല. സാത്താനെ ദൈവമാണ് സൃഷ്ടിച്ചത്. എന്തിനാ സാത്താനെ സൃഷ്ടിച്ചത്? എന്നെയും നിങ്ങളെയും ദൈവത്തെ പോലെ ആക്കി തീർക്കുവാൻ. ഹല്ലേലൂയ. സാത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ദൈവത്തെ പോലെ ആകുവാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു. ഞാൻ പലപ്പോഴും സാത്താനോട് പറഞ്ഞിട്ടുണ്ട്, സാത്താനെ, നീ എന്നെ പരീക്ഷിക്കാൻ വരുന്നത് തന്നെ എനിക്ക് പ്രയോജനമാണ്. നിന്നെ എനിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നീ എന്നെ പലവിധമായ കഷ്ടങ്ങളിൽ കൂടെ പരിശോധിച്ച് അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ശുദ്ധനായി തീർന്ന് എൻ്റെ ദൈവത്തെ പോലെ ആയി തീരുവാനിടയാവും. അതുകൊണ്ട് ദൈവവും സാത്താനും തമ്മിൽ യാതൊരു യുദ്ധവുമില്ല. നമ്മളെ നരകത്തിൽ നിന്ന് വിടിക്കുവാൻ വേണ്ടി അല്ല യേശു വന്നത്. യേശു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിച്ചാട്ട്, യേശു എന്തിനാ വന്നത്? നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിക്കാനാണോ വന്നത്? വായിച്ചാൽ യോഹന്നാൻ 14:1 മുതൽ. ജോൺ ചാപ്റ്റർ 14 verse 1 to 3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശുക്രിസ്തു വന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുപോകാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പ്രോഗ്രാം ഇതുവരെ ആരംഭിച്ചില്ല. ദൈവത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത് പുതിയ ഭൂമിയിലാണ്. പുതിയ ഭൂമിയും പുതിയ ആകാശത്തിലും. അവിടെ പുതിയ യെരൂശലേമിൽ ദൈവവും നാമും ഒന്ന് ചേർന്ന് വസിച്ചിട്ടാണ് ദൈവത്തിൻ്റെ നിത്യ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ്. എന്താണ് ഒരുക്കം? ദൈവത്തോടുകൂടെ ചേർന്ന് ദൈവത്തെ പോലെ ആയ ഒരു കൂട്ടരുമായി ചേർന്നിട്ടാണ് ദൈവത്തിൻ്റെ പരിപാടിക്ക് ഇത്ര വർഷത്തെ ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചാട്ട്. 2 പത്രോസ് 3-ാം അധ്യായം. ദൈവത്തിൻ്റെ ദിവസങ്ങൾ, കാലങ്ങൾ ദൈവം എങ്ങനെയാണ് കണക്കാക്കുന്നത്?
3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചാൽ. 2 Peter chapter 3 verse 8. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മുടെ 1000 വർഷം ദൈവത്തിന് എത്ര? ഒരു ദിവസം പോലെ. അപ്പൊ യേശുക്രിസ്തു വന്നു പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ദൈവത്തിന്റെ കണക്കനുസരിച്ച് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു പോയിട്ട് എത്ര ദിവസമേ ഉള്ളൂ? 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവം ഈ 6-7 ദിവസങ്ങൾ കൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടിയുള്ള പദ്ധതി ഇട്ട് നിത്യമായ തൻ്റെ പ്രോഗ്രാം ആരംഭിക്കാൻ പ്ലാൻ ഇടുകയാണ്. അതിൽ മനുഷ്യരാകും നമ്മളെ സൃഷ്ടിച്ച് ഈ ലോകത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി സ്ഥാനങ്ങൾ തന്ന് അതിൽ ജയിക്കുന്നവർ അവനോടുകൂടെ സിംഹാസനത്തിലിരുന്ന് വാഴും. അതാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നല്ലോ, വെളിപ്പാട് പുസ്തകം 3:21 വായിച്ചാൽ. Revelation chapter 3 verse 21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിക്കാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ഞാനും ജയിച്ച് പിതാവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പോൾ നിത്യതയിൽ ജയിക്കപ്പെട്ടതാ വിശുദ്ധന്മാർ പിതാവാകുന്ന ദൈവത്തിന് തുല്യരായിരുന്ന് പുതിയ യെരൂശലേമിൽ വാണുകൊണ്ട് പുതിയ ഭൂമിയിൽ പ്രോഗ്രാം ആരംഭിക്കും. അപ്പോൾ ദൈവത്തിന് തുല്യരായി ഇരിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, 1 യോഹന്നാൻ 3-ാം അധ്യായം എടുത്താട്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം. യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ചാൽ. 1 യോഹന്നാൻ 3:2. 1 John chapter 3 verse 2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. നാം അവനിരിക്കുന്നത് കാണുന്നത് കൊണ്ട് അവനെ പോലെ നാം എന്തായിത്തീരും? സദൃശന്മാരായിത്തീരും. നാം അവനെ പോലെ സാദൃശ്യന്മാരായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21 മുതൽ ഒന്ന് വായിച്ചാൽ. 21 മുതൽ 23 വരെ. യോഹന്നാന്റെ സുവിശേഷം 17-21 മുതൽ 23 വരെ വായിച്ചാൽ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. പല പ്രിയപ്പെട്ട പാവപ്പെട്ട വിശ്വാസികളും ചിന്തിക്കുന്നത്, ഞാൻ യേശുവിൻ്റെ പുറകെ പോയിട്ട് എനിക്ക് എന്തുവാ കിട്ടിയത്? ചില പാവപ്പെട്ട വിശ്വാസികൾ
യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം ചിന്തിക്കുക, എനിക്ക് യേശുവിൻ്റെ പുറകെ പോയിട്ട് എന്തുവാ കിട്ടിയത്? ഞാൻ ആ പഴയ പാവപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്നു. അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ദൈവജനത്തിന് വിത്ത് വന്നില്ല. അവരിങ്ങനെ കൈ അടിച്ചു, പാട്ട് പാടി, 2 ചാട്ടം ചാടി, ആരെങ്കിലും വെള്ളത്തിൽ പിടിച്ച് മുക്കിയപ്പം മുക്കി എന്നല്ലാതെ വചനമാകുന്ന വിത്ത് അവരിൽ വന്നിട്ടില്ല. അവർ സ്വർഗത്തിൽ പോകുകയുമില്ല. ഒരാൾ ദൈവപൈതലായി തീർന്നുവെങ്കിൽ അവൻ എല്ലാ ദിവസവും വെറും വൃക്ഷച്ചുവട്ടിലാണ് കിടക്കുന്നെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനേക്കാളും വലിയ ധനവാനായി കഴിഞ്ഞവൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരാൾ, ഒരു പാവപ്പെട്ടവൻ, ഒരു സഹോദരനോ സഹോദരിയോ മുടന്തുള്ളവനാണ്. അവരുടെ കയ്യിൽ ഒന്നുമില്ല, വെറും ഒരു ചാക്കും. ആ ചാക്കേ കിടക്കുക. വല്ലവരും വല്ലതും കൊടുത്തെങ്കിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുക. വെറും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടക്കുക. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരെങ്കിലും പോലീസ് ഓടിച്ച് വേറെടുത്ത് പോയി കടത്തിണ്ണയിൽ കിടക്കുക. അവൻ അവനോ ആ സഹോദരി അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശുവിനെ ധരിക്കുവാനായി സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചു, പരിശുദ്ധാത്മനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്ര പാവപ്പെട്ടവൻ. അവന് ചിലപ്പോൾ ഒന്നും ആഹാരമില്ലായിരിക്കും, അവനെ നോക്കാൻ ആരും കാണില്ല, അവൻ്റെ ഭാര്യയോ അവൻ്റെ ഭർത്താവോ മക്കളോ ഒന്നുമില്ല. രാത്രിയിൽ പട്ടി വന്ന് അവനെ നക്കുകയാണെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനേക്കാൾ എത്രയോ കോടീശ്വരനാണ്. കാരണം അവൻ ആരാണ്? ദൈവത്തിൻ്റെ മകനാണ്, നിത്യതയ്ക്ക് ഓഹരിയുള്ളവനാണ്. ഈ കാര്യം അറിയാൻ ചില പാവപ്പെട്ട വിചാരം, യേശുവിൻ്റെ പിന്നാലെ വന്നിട്ട് എന്തോ കിട്ടി. അവർ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടില്ല. അവരുടെ ഉള്ളിൽ യേശു വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ ഒരു വിലയേറിയ മുത്ത് അന്വേഷിക്കുകയാണ്. അവന് മുത്ത് കണ്ടാറെ സകലതും വിറ്റിട്ട് അത് വാങ്ങി. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ആ മുത്ത് മാത്രം. ഏറ്റവും പാവപ്പെട്ടവനായി നീ കിടക്കുകയാണെങ്കിൽ നീ കിടന്നുകൊണ്ട്, കർത്താവേ, നമ്മുടെ കർത്താവ് എത്ര താണവനായിട്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ വിചാരിക്കും നമ്മുടെ കർത്താവിനെ പോലെ പാവപ്പെട്ടവരായി ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഞാനത് പറയാൻ കാരണം, ഏറ്റവും പാവപ്പെട്ട ചെറ്റക്കുള്ളിൽ കിടക്കുന്നവരുടെ അടുത്ത് ഞാൻ ഇപ്പോൾ താമസിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഭാര്യമാർ പ്രസവിക്കാൻ സമയമാകുമ്പോൾ ചാക്ക് കൊണ്ടോ കടലാസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒരു ചെറിയൊരു മറവ് ചെയ്തിട്ട് ആ മറവിലിരുന്നാണ് ആ സഹോദരി പ്രസവിക്കുന്നത്. എന്നാൽ കർത്താവും രാജാതി രാജാവുമായവൻ ഈ ഭൂമിയിൽ ജനിക്കുവാനായി വന്നപ്പോൾ അവന് വേണ്ടി ഒരു സ്ഥലവും ക്രമീകരിച്ചില്ല. പെട്ടെന്നുണ്ടായ പ്രോഗ്രാമാണോ? അല്ല, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. യോസഫിനും മറിയയ്ക്കും 1 വർഷത്തിന് മുൻപേ, ഏകദേശം 9 മാസം മുൻപേ ഈ കാര്യം മനസ്സിലായതാണ്. എന്നാൽ ഇതാവൻ ജനന സമയമായപ്പോൾ എല്ലാവരും പേര് ചാർത്തുവാനായി വന്നു. അവർക്കൊരു സ്ഥലവുമില്ല. എല്ലാവരും പോയി താമസിക്കുന്ന, ഫ്രീ ആയി താമസിക്കുന്നതാണ് സത്രം. സത്രത്തിൽ ചെന്നിട്ടും സാധാരണ ഒരു പ്രസവിക്കാറായ സ്ത്രീയുമായിട്ട് ആരെങ്കിലും ചെന്നാൽ എത്ര കഠിന ഹൃദയനാണെങ്കിലും അല്പസ്ഥലമെങ്കിലും കൊടുക്കും. അവിടെയും അവന് സ്ഥലം കിട്ടിയില്ല. അങ്ങനെ വഴിയിൽ പോകുമ്പോൾ പശുക്കൾ പ്രസവിക്കുന്നത് പോലെയാണ് മറിയ സഹോദരി കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസവിച്ചത്. ഒടുവിൽ നാം വായിക്കുന്നത്, കിടത്തുവാൻ സ്ഥലമില്ലായതുകൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്. നല്ലവണ്ണം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ എഴുതിയിരിക്കുന്നത് പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്, അവനെ കിടത്തി. വേറെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്താട്ട്. ഞാൻ പറയുന്നത് വചനപ്രകാരമാണോ അതോ ഞാൻ എൻ്റെ ഏതോ തോന്നലനുസരിച്ച് പറയുകയാണ്? 2:7 വായിച്ചാൽ, അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിരുന്നു, പശുത്തൊട്ടിയിൽ കിടത്തി. ഇത്രയും താണ് ദൈവപുത്രൻ വന്നു കഴിഞ്ഞപ്പോൾ
അതിനേക്കാൾ താണവരായി നമ്മൾ ആരുമില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ നിന്നെപ്പോലെ ധനവാനും നിന്നെപ്പോലെ സമ്പത്തുള്ളവർ വേറെ ആരുമില്ല. പിന്നെ യേശുവിന്റെ പിന്നാലെ തിരിച്ചിട്ട് എനിക്കെന്തോ കിട്ടിയെന്ന് ചിന്തിക്കാൻ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നരകത്തിയിലേക്ക് പോകത്തേ ഉള്ളൂ. വിശ്വസിച്ചതുകൊണ്ട് കാര്യം നടക്കുകയില്ല. ഉള്ളിൽ ജനനം നടക്കണം, ഉള്ളിൽ ജനനം നടക്കണം. അപ്പോൾ ദൈവം നമ്മെ ഈ ലോകത്തിൽ കൂടെ കഷ്ടങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെ നടത്തി അവനെ പോലെ ആക്കുവാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കും അവനെ പോലെ. അതുകൊണ്ട് ഈ ജഡത്തെ എന്തിനാണ് തന്നിരിക്കുന്നത്? നമ്മുടെ ഈ ജഡം ഈ ജഡം നമ്മിൽ തന്നിരിക്കുന്ന എന്തിനാണ്? ഈ ജഡം ഓരോ സമയത്തും ഓരോ ആഗ്രഹം നമ്മളിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹത്തെ ആത്മാവിനാൽ ജയിക്കണം. അങ്ങനെ നാം ആത്മാവിനാൽ നടത്തപ്പെടണം. അങ്ങനെയാണ് നാം ജയാളികളാകുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്നതായ ഓരോ ജഡത്തിൻ്റെ ചിന്തകളെയും ആത്മാവിനാൽ ജയിച്ച് ആത്മാവിനാൽ നടത്തപ്പെടണം. അപ്പോൾ ഈ ജഡം വന്നിരിക്കുന്നത് നമ്മുടെ ജയത്തിന് വേണ്ടിയാണ്. ഉദാഹരണമായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ റിമോട്ട്, ഈ ജഡത്തിൻ്റെ പിതാവാരാണ്? സാത്താൻ. അവൻ ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാട്ടെ ഇത് നല്ലൊരു കാറാണ് ചിന്തിച്ചാൽ. അപ്പോൾ ഈ പിതാവാകുന്ന സാത്താൻ ഈ കാറിൻ്റെ അടുക്കൽ വന്നിട്ട് റിമോട്ട് അടിക്കും. എന്തിനാ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു വേണം? ഓ, ആ കാറ് വേണം, ആ കാർ എത്ര നല്ലതാണ്, പുതിയ മോഡൽ ഇറങ്ങിയതാണ്, നല്ലതാണെന്ന്. അപ്പോൾ അകത്തിരിക്കുന്ന പുത്രൻ, ഓ പപ്പാ നീ അവിടെ നിന്നെ, ഞാൻ നോക്കട്ടെ ഇവൻ്റെ അകത്ത് നിനക്ക് കയറാൻ വാതിലുണ്ടാക്കാമോ. അപ്പോൾ നിങ്ങൾ അല്പമായി ഒന്ന് ശ്രദ്ധയില്ലാതിരിക്കുകയാണെങ്കിൽ അവൻ വാതിൽ തുറക്കും. സാത്താൻ അകത്ത് വന്ന് ആ കാറിൻ്റെ ആഗ്രഹം അങ്ങ് മൂക്കും. ഓ, പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ നിന്റെ ദൈവ പൈതലാണ്, നീ എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്, ഞാൻ നിന്റെ ദാസനാണ്. ആ കാറുണ്ടെങ്കിൽ എത്ര സ്പീഡായിട്ട് എനിക്ക് പോകാൻ ഒക്കും, എല്ലാവരോടും പറയാൻ ഒക്കും, യേശു എത്ര നല്ലവൻ, എനിക്ക് കാറ് ചോദിച്ചപ്പോൾ എനിക്ക് കാറ് നൽകിയെന്നതിനെ സാക്ഷി പറയാവുന്ന ആഗ്രഹം അങ്ങ് മൂക്കുക. പിന്നെ അത് കഴിഞ്ഞ് 7 ദിവസത്തെ ഉപവാസം. സഹോദരന്മാരെ, നമുക്ക് ഉപവാസം എടുക്കാം. ദൈവത്തിന് മുമ്പിൽ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാരമായിട്ട് അങ്ങ് ഇരിക്കുക. കാർ കിട്ടുന്നത് വരെ ഞാൻ എഴുന്നേൽക്കുകയില്ല. കാർ കിട്ടിയിട്ട് എഴുന്നേൽക്കുള്ളൂ. ഈ ആഗ്രഹം എവിടുന്ന് വന്നതാ? എവിടുന്ന് വന്നതാ? ഇവൻ അകത്തിരുന്ന് അപ്പനെ വിളിച്ച് അവൻ അകത്തിരുന്ന് വാതിൽ തുറന്നതാ. അപ്പോൾ കാറിൻ്റെ ആഗ്രഹം അടിക്കുമ്പോൾ, മനസ്സിൽ വരുമ്പോൾ ഉടനെ നാം എന്താ പറയുന്നത്? എനിക്ക് കാർ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് കൊണ്ടുത്തരും, എൻ്റെ കാര്യമല്ല അത് ചോദിക്കേണ്ടത്. എനിക്ക് കാർ ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു പിതാവുണ്ട്, ആ പിതാവ് എൻ്റെ മുമ്പിൽ കൊണ്ടുത്തരും. എനിക്ക് കാറിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാറിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ ജോലിയല്ല, എൻ്റെ പിതാവ്. എൻ്റെ കാര്യം എനിക്കെങ്ങനെ അവനെ പോലെ ആയിത്തീരാം. ഭൗതിക കാര്യങ്ങളെല്ലാം എൻ്റെ പിതാവ് തനിക്കിഷ്ടമുള്ളതുപോലെ എനിക്ക് നൽകിത്തരും എന്നുള്ളതായ പരിജ്ഞാനത്തിൽ നാം ആയിത്തീരണം. അതിനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മിൽ വരുന്ന ജഡത്തിൻ്റെ ഇച്ഛകൾ ഓരോന്നിനെ ജയിക്കുക. അങ്ങനെ ജയിക്കുന്നവരാണ് കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ വാഴുവാനിടയാകുന്നത്. ഞാൻ ഒരു അനുഭവം പറയാം. ഫിലിപ്പീൻസിൽ കർത്താവിൻ്റെ വേല, ഞങ്ങൾ വളരെ വർഷങ്ങളായി ഫിലിപ്പീൻസിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫെർഡിനാൻഡ് മർക്കോസ് അവിടുത്തെ വലിയ ആളായിരുന്നപ്പോഴാണ് ഞാൻ അവിടെ പോയത്. അവിടുന്ന് അത് ഫെർഡിനാൻഡ് മർക്കോസ് പിന്നെ മരിക്കുവാൻ, അതിനുശേഷമാണ് അവിടെ ഡെമോക്രസി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അടുത്ത കസിൻ, തൊട്ടടുത്ത, ഞങ്ങൾ കോറ്റബാറ്റോ എന്ന പട്ടണത്തിൽ യോഗ നടത്തുമ്പോൾ അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് മരണത്തോളമായിരുന്നു. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ സഹോദരനെ സൗഖ്യമാക്കി. അതിൻ്റെ അടുത്ത വർഷം ഞാൻ വീണ്ടും കോറ്റബാറ്റോയിൽ പോയപ്പോൾ, അവിടെ ചെന്നപ്പോൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയുണ്ട് ഞാൻ ചെന്നിറങ്ങിയ അതേ പ്ലെയിനിലോട്ട് തന്നെ പുള്ളിക്കാരൻ്റെ കാർ കൊണ്ടുവന്ന് നിർത്തി. കാരണം അവർ വലിയ കോടീശ്വരന്മാരും വലിയ അധികാരികളുമാണ്.
ഞാനവിടെ ചെന്നപ്പോൾ തന്നെ സ്പെഷ്യലായിട്ട് ഉടനെ എൻ്റെ സാധാരണ പേപ്പറിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ അതെല്ലാം അവരെഴുതി എനിക്ക് സൈൻ മാത്രം ചെയ്താൽ മതി. ഞാൻ പ്ലെയിനിൽ നിന്ന് നേരെ കാറിലോട്ട് കയറി. ഒരു കൗണ്ടറും ചെക്കിങ്ങും ഒന്നുമില്ല. അപ്പോൾ മുൻപിൽ പൈലറ്റ് കാറ്, പുറയിൽ പൈലറ്റ് കാറ്, വളരെ സ്പീഡായ വളരെ ഇതിൽ പിന്നെ വലിയ രാജകീയ രീതിയിൽ സ്വീകരിച്ച് അവിടുന്ന് 36 കിലോമീറ്റർ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. 36 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോൾ വലിയ കൊട്ടാരമാണ്. ഗേറ്റിലെല്ലാം ആളുണ്ട്. അപ്പം ഗേറ്റെല്ലാം തുറന്നു അകത്ത് ചെന്നപ്പോൾ 3 പെൺകുട്ടികൾ ട്രേയുമായിട്ട് വന്നു. അതിൽ തണുത്തത്, ചൂട്, ഓരോന്നായിട്ട് 3 പെൺകുട്ടികൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കിഷ്ടമുള്ളത് ഏതാ, തണുത്തത് വേണമെങ്കിൽ തണുത്തത് കുടിക്കണം, ചൂട് വേണമെങ്കിൽ ചൂട് കുടിക്കും, കാഫി വേണമെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വേണം, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് തന്നെ ഒരു മുറിയിലോട്ട് കൊണ്ടുപോയി. മുറിയിലോട്ട് കൊണ്ടുപോയപ്പോൾ മുറിയെന്ന് പറഞ്ഞത് ബെഡിൻ്റെ ഓരോ ഗോൾഡ് കൊണ്ട്, സ്വർണം കൊണ്ടാണ് അതിൻ്റെ പടികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവനും. ബാത്റൂമിലോട്ട് പോയാൽ ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ്റെ ഇതെല്ലാം സ്വർണ്ണമാണ് മുഴുവനും. ഇത്ര നല്ല ഡൈനിങ് ടേബിളിൽ നോക്കിയാൽ ഫോർക്കും നൈഫും എല്ലാം സ്വർണം കൊണ്ടുള്ളതാണ് അതിൻ്റെ പിടികളെല്ലാം. എത്ര വേലക്കാരാണ്. 7 ദിവസം അവിടെ താമസിച്ച് അവിടുത്തെ യോഗങ്ങൾ നല്ല എന്നെ എല്ലായ്പ്പോഴും അവിടുന്ന് കൊണ്ടുപോകും. പോകുമ്പോഴും മുൻപിലും പുറകിലും എസ്കോട്ടൊക്കെ ഉണ്ടാവും. വലിയ രീതിയിൽ പോയി നല്ല രാജകീയമായ രീതിയിൽ 7 ദിവസം അവിടെ താമസിച്ചു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. പാസ്റ്റർമാർക്കും ഒക്കെ പറഞ്ഞു, രാജകൊട്ടാരം ദൈവദാസന്മാർക്ക് ഇതാദ്യമായിട്ടാണ് തുറന്നു കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് വലിയ വിവരിച്ച് പറയേണ്ട, സ്വിമ്മിങ് പൂൾ എന്തൊക്കെയാണ് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷം വീണ്ടും പോയി. അടുത്ത വർഷം പോയപ്പോഴും അദ്ദേഹം തന്നെ വന്നെന്നെ സ്വീകരിപ്പാൻ അദ്ദേഹവും മാരെല്ലാം കൂടെ വന്ന് സ്വീകരിച്ചു. അവിടുന്ന് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ പ്രാവശ്യം നീ അവൻ്റെ വീട്ടിൽ താമസിക്കരുത്. അവനോട് പറയണം, നിൻ്റെ ഈ സമ്പത്തെല്ലാം നിൻ്റേതല്ല, പാവപ്പെട്ട ഫിലിപ്പിനോസിൻ്റേത് നീ അപഹരിച്ച് ഇങ്ങനെ കൂട്ടിയത്. അതുകൊണ്ട് നീ യഥാർത്ഥ ദൈവമകനാണെങ്കിൽ ഇതെല്ലാം വിറ്റ്, കൂടുതൽ ഭാഗം വിറ്റ് പാവപ്പെട്ടവർ കൊടുക്കണം, എന്നാൽ മാത്രമേ നീ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയണമെന്ന് പറഞ്ഞു. അവിടുന്ന് വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വലിയ ഫ്രണ്ടിൽ കാറുണ്ട്, പുറയിൽ കാറുണ്ട്, എസ്കോട്ടുണ്ട്, സൈറനും എല്ലാം ഉണ്ട്, വലിയ പോലീസ് അധികാരികളുണ്ട്, എല്ലാം കൊണ്ട് അവിടെ ചെന്ന് കയറിയപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് അവർ വെള്ളം കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം കുടിക്കില്ല, ഒരു കാര്യം പറയണം, ഭാര്യയും ഭർത്താവിനെയും, യൗവനക്കാരാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് പറയുന്നു, ഈ സമ്പത്തുകളൊന്നും നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് യഥാർത്ഥമായി രക്ഷപ്പെടണമെങ്കിൽ ഇത് വിറ്റ് പാവപ്പെട്ടവർ കൊടുക്കണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് കോപമായി, ഞാനിവിടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ സാഹചര്യം നോക്കിയാൽ അവർ കോപമായ അവരുടെ പട്ടാളക്കാരവിടെ നിൽക്കുന്നു, വലിയ വലിയ അധികാരികളാണ്, വലിയ രീതിയിലാണ്. ഞാൻ എൻ്റെ സൂട്ട് കേസ് എടുത്തപ്പോൾ അവരെ ഇലക്ട്രോണിക് ഗേറ്റ് തുറക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഓപ്പൺ ദ ഗേറ്റ്. ഉടനെ പിന്നെ അവർ തുറന്നു. ഞാൻ അവിടെ നിന്ന് നടന്ന് 1.5 കിലോമീറ്റർ എൻ്റെ സൂട്ട് കേസും എടുത്തു, ബ്രീഫ് കേസും എടുത്ത് 1.5 കിലോമീറ്റർ നടന്നൊരു പാവപ്പെട്ട ഒരു വിശ്വാസിയുടെ വീട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവിടെ അവർക്ക് മുറിയൊന്നുമില്ല, ഒരു വെറും മുകളിൽ അവിടെയും ഓല ഉപയോഗിക്കുന്നു, മുകളിൽ ഓലയും സൈഡിൽ 1-2 പലകയൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് രാത്രിയിൽ അന്ന് മുഴുവനും അവിടെ കിടന്നു. ഇത്ര കൊതുകടി കൊണ്ടുകൊണ്ട് അവർക്കും കഴിക്കാനൊന്നുമില്ല. പിറ്റേ ഒരു ദിവസം, 2ാമത്തെ ദിവസമാണ് യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനിടയായത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇന്ന് അവൻ്റെ ഉള്ളത് എന്ത് ചെയ്യരുത്, കുടിക്കരുത്. അതിൻ്റെ പിറ്റേ ആഴ്ചപ്പോൾ എൻ്റെ മുൻപിൽ നല്ല കൊട്ടാരം ഒരുങ്ങിക്കിടക്കുകയാണ്. കൊട്ടാരം ഒരുങ്ങിക്കിടക്കുമ്പോഴും ഞാൻ പോയി കിടക്കുന്നത് എവിടെയാണ്? പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൊണ്ട് ആ ഏറ്റവും പാവപ്പെട്ടവൻ്റെ അവിടെ പോയി എടുപ്പാനിടയായി. ഞാൻ പറഞ്ഞത്, പ്രിയമുള്ളവരെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ടവരായി നടക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് ദൈവം വേണ്ടതെല്ലാം നൽകിത്തരും. പാവപ്പെട്ടവരായി നടക്കുക എന്നുള്ളതല്ല. ഞാൻ ഒരു പ്രാവശ്യം അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ വന്നിറങ്ങുമ്പോൾ, അന്ന് എനിക്ക് ആലബാമയിൽ പ്രസംഗിക്കണം. അറ്റ്ലാന്റയിൽ വന്നിറങ്ങുമ്പോൾ ഇറങ്ങിയ പ്ലെയിനിൻ്റെ ഫ്രണ്ട് വീലങ്ങ് പൊട്ടിപ്പോയി, ഒടിഞ്ഞുപോയി. വലിയ ആക്സിഡൻ്റ് ആകേണ്ടതായിരുന്നു, തീ പിടിക്കേണ്ടതാണ്, തീയൊന്നും പിടിച്ചില്ല. ഏതായാലും ഞാൻ അടുത്തെനിക്ക് കിട്ടേണ്ടതായ പ്ലെയിൻ 2 മണിക്കൂർ ഞങ്ങൾ ലേറ്റായിപ്പോയി അവിടെ ഈ ആക്സിഡൻ്റ് ഉണ്ടായതുകൊണ്ട്. ഞാൻ അറ്റ്ലാന്റ എയർപോർട്ടിൽ, അപ്പോൾ എനിക്ക് കണക്റ്റഡായിട്ട് കിട്ടേണ്ട പ്ലെയിൻ കിട്ടിയില്ലല്ലോ, അന്ന് വൈകിട്ട് അവിടെ പ്രസംഗിക്കേണ്ടതാണ്. ഞാനിനി നാളെ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഏതെങ്കിലും പ്ലെയിനിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അറ്റ്ലാന്റ വലിയ എയർപോർട്ടാണ്,
അവിടെ ഇങ്ങനെ വിശ്രമിച്ച് അങ്ങനെ കസേരയിൽ ചാരിയിരിക്കുക. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ്, സാമുവേൽ പ്ലെയിൻ ഈസ് വെയിറ്റിംഗ് ഫോർ യു. സാമുവേൽ നിനക്ക് വേണ്ടി പ്ലെയിൻ കാത്തിരിക്കുന്നു. ഞാൻ വിചാരിച്ചു 10,000-കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടിൽ എനിക്ക് എൻ്റെ കാര്യം എത്ര സാമുവേൽമാരാണോ. ഞാൻ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാമുവേൽ has come from India to preach in Alabama. Special plane has come to take you to Alabama. ഇന്ത്യയിൽ നിന്ന് വന്ന് ആലബാമയിൽ ഇന്ന് വൈകിട്ട് പ്രസംഗിക്കേണ്ട സാമുവേൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്ലെയിൻ ആലബാമയിൽ വന്നിരിക്കുന്നു. ഉടനെ ആ ഗേറ്റിലേക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ പ്ലെയിൻ, 2 പൈലറ്റ് ഉണ്ട്, 2 എയർ ഹോസ്റ്റസ് ഉണ്ട്. 1.5 മണിക്കൂർ അവർ ആലബാമയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പറന്നാണ് അറ്റ്ലാന്റയിൽ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചോ പറഞ്ഞു, ഇന്ന് വൈകിട്ട് നിങ്ങൾ യോഗത്തിനോട് ചെന്ന് ചേരണം, അതുകൊണ്ട് അവിടുത്തുകാരൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അയച്ച പ്ലെയിനാണ്. ഞാനതിൽ ആ പ്ലെയിനിൽ കയറിയിരുന്നു. ഞാൻ ഒറ്റ യാത്രക്കാരൻ, എനിക്ക് വേണ്ടി 2 പൈലറ്റ്, 2 എയർ ഹോസ്റ്റസ്, ഒരു പ്ലെയിൻ വന്നിരിക്കുക കൊണ്ടുപോകാൻ. അന്നേരം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ നടന്നേ പോകുമെന്നല്ല പറയുന്നത്. അയ്യോ ഞാൻ നടന്നേ പോകും, ഞാൻ പ്ലെയിനിൽ കയറിയിരിക്കുകയില്ല, അങ്ങനെയല്ല. അവിടെ കയറി പ്ലെയിൻ അവിടെ ഇരുന്നു. അവിടെ ചെന്നപ്പോൾ തക്ക സമയത്ത് അവിടെ ചെന്ന് അവർക്ക് ഇൻ്റർനെറ്റിൽ കൂടെ അല്ലെങ്കിൽ ന്യൂസിൽ കൂടെ മനസ്സിലായി എനിക്ക് യാത്ര ചെയ്യേണ്ട പ്ലെയിൻ തകരാറിലായി, അപകടത്തിലായി. അതുകൊണ്ടാണ് അവരെനിക്ക് വേണ്ടി സ്പെഷ്യൽ പ്ലെയിൻ അയച്ചത്. അതുകൊണ്ട് നിങ്ങളെ പട്ടിണിക്കാരായി ജീവിപ്പിക്കുവാനല്ല കർത്താവിൻ്റെ ആഗ്രഹം. നിങ്ങളേത് നിലയായാലും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെ ദൈവ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. അങ്ങനെ നമ്മൾ ജയാളിയായി തീരണം. അതുകൊണ്ട് ജഡത്തെ ജയിച്ച് ജീവിക്കണം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 8-ാം അധ്യായം എടുത്താട്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വായിച്ചാൽ. റോമാലേഖനം 8-5 മുതൽ. റോമൻസ് 8:5 ഓൺവേർഡ്സ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവർ, ആത്മാസ്വഭാവമുള്ളവരെ. ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സ്തോത്രം, എന്നിലും ദൈവാത്മാവുണ്ടല്ലോ, ഞാനും അന്യഭാഷ പറയുന്നല്ലോ. പ്രിയമുള്ളവരെ, ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ട അവരുടെ ഭവനത്തിൽ പോയി താമസിക്കാൻ ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ വന്നു. ആ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളല്ല, ഞങ്ങൾ അവിടുത്തെ ഗസ്റ്റാണ്. ആ വീട്ടിൽ താമസിക്കുന്ന ആ പ്രിയ സഹോദരനാണ്. ഈ ചുറ്റുപാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ താമസിക്കുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരനാണ്. അപ്പോൾ നമ്മിൽ പരിശുദ്ധാത്മ ചിലപ്പോൾ ഗസ്റ്റ് പോലെ ചിലപ്പോഴൊക്കെ കാണും. എപ്പോഴൊക്കെയാ? ഞായറാഴ്ചയും അല്ലെ കാത്തിരിപ്പിയോ സമയത്ത് പരിശുദ്ധാത്മ ഗസ്റ്റ് പോലെ കാണും. അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നു, ഇന്ന് രാവിലെ വന്നു. ഇലക്ട്രിസിറ്റി ബില്ലുകാരൻ വന്നാൽ ഞാനല്ല പോകുന്നത്, ആ വീട്ടിൽ താമസിക്കുന്ന പ്രിയ സഹോദരനാണ്. അല്ലെ പോലീസുകാർ വന്നു, ആരാണ് പോകുന്നത്? ഞാനല്ല പോകുന്നത്, ഞാൻ അവിടുത്തെ ഗസ്റ്റാണ്. അതുപോലെ അനേകരിലും പരിശുദ്ധാത്മാവ് ഗസ്റ്റാണ്, അതിഥിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അതിഥിയാണെങ്കിൽ കാര്യം നടക്കുമെന്നല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ചെയ്യണം. അങ്ങനെ വരുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല. നാം എങ്ങനെയാ ചെയ്യുന്നത്? തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജഡത്തിന് ഇഷ്ടമുള്ളത് ചെയ്യും. ഞായറാഴ്ച വന്ന് 2 കൈയും കൊട്ടി പാട്ടും പാടി 2 അന്യഭാഷ പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. അതല്ല ആത്മാവിൽ വസിക്കുക. ആഴ്ചയുടെ 7 ദിവസവും
ദിവസത്തിൻ്റെ 24 മണിക്കൂറും ആത്മാവിൽ വസിക്കുക. അങ്ങനെ ആത്മാവിൽ വസിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾ പ്രസാദിക്കും. ഇനി ഞാൻ കീപ്പോട്ട് വായിച്ചാട്ട് അതിൻ്റെ 13-ാം വാക്യം വായിച്ചാട്ട് 12, 13, 14. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതെങ്ങനെയാണ് ശരീരത്തിന്റെ പ്രവൃത്തികളെ, ജഡസ്വഭാവത്തെ മരിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ജഡസ്വഭാവങ്ങൾ, ജഡത്തിൻ്റെ ചിന്തകൾ എരിഞ്ഞ് നാശമാകുവാനിടയാകും. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞത്, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ ജയിക്കുവാൻ നമുക്കിടയാക്കും. അങ്ങനെ അതിനുള്ള വിഷയങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ നമുക്ക് നാളെ ആ ജഡത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾക്ക് ആ കാര്യങ്ങളുടെ ചിന്തിപ്പാൻ ഇടയാകും. ആകയാൽ ഇന്ന് രാവിലെ സമയം നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം, അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കാം. പ്രിയമുള്ളവരെ, നാം ഈ കേൾക്കുന്നതെല്ലാം വെറുതെ ഒന്ന് കേട്ടേച്ച് പോകാനല്ലല്ലോ, വാസ്തവമായി ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, നമ്മുടെ ജഡസ്വഭാവം മാറി നാം ആത്മസ്വഭാവമുള്ളവരായി തീരുവാൻ വേണ്ടിയാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഈ മഴയുടെ സമയത്തും ഇത്ര മഴയൊക്കെ നനഞ്ഞും നിങ്ങൾ പ്രിയപ്പെട്ടവരായി നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ശരിയായി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കി നിങ്ങൾ ഇരിക്കുന്ന അതായത് സ്ഥലങ്ങളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഏകാഗ്രതയോടെ അല്പനേരം പ്രാർത്ഥിപ്പീൻ. കർത്താവേ, നിന്നെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം നൽകി, എനിക്ക് നിൻ്റെ ആത്മാവിനെ നീ നൽകി, എങ്കിലും ഞാൻ ഇപ്പോഴും ജഡസ്വഭാവമുള്ളവനായിരിക്കുന്നു. കർത്താവേ, എൻ്റെ ജഡസ്വഭാവത്തിൽ നിന്ന് മാറി ഒരാത്മസ്വഭാവമുള്ളവരായിരിക്കാൻ ഞങ്ങളിത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ